ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അപ്പോൾ ന്യൂസിലാൻഡ് IJK ഫാമിലിയുടെ മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനും എൻ്റെ ഏട്ടനുള്ളത് ഹാമിൽട്ടൺ ഗാർഡൻ്റെ ഫ്രണ്ടിലാണ്. ഞങ്ങൾ ഒരു മോർണിംഗ് വാക്കിന് ഇറങ്ങിയതാണ്. അപ്പം ഞങ്ങൾ കേട്ടത് ഹാമിൽട്ടണിൽ താമസിക്കുന്നവർക്ക് ടിക്കറ്റ് എടുക്കണ്ടെന്നാണ്, അല്ലെങ്കിൽ നമ്മൾ പെർ ഹെഡ് പൈസ കൊടുക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം, പോയിട്ട് ടിക്കറ്റ് കൗണ്ടറിൽ പോയിട്ട് നോക്കി നോക്കട്ടെ നമുക്ക് പൈസ കൊടുക്കണോ വേണ്ടിയെന്നുള്ളത്. പക്ഷെ ഇവിടെ ഭയങ്കര തണുപ്പാട്ടൊക്കെ, നല്ല തണുപ്പുണ്ട്. എന്നെ കാണിച്ചു കൊടുത്തേക്ക്, നല്ല പുകമുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു റീല് കണ്ടായിരുന്നു. ക്രൈസ്റ്റ് ചർച്ചിൽ ഇപ്പോ തണുപ്പുണ്ടോ എന്ന് ചോദിക്കണ ആരാണ് ചോദിക്കണ ഒരു കമന്റ്. അപ്പൊ ആ പെണ്ണിങ്ങനെ വായ അടച്ചു പിടിച്ചേക്കാം. അത് കഴിഞ്ഞിട്ട് വായ തുറന്നു വെച്ചാൽ വായക്കൂടെ മൂക്കിക്കൂടെ പുക പോണത്. നല്ല തണുപ്പുണ്ട്. ഇന്ന് കാലത്ത് ഞാൻ ഉറങ്ങി കഴിഞ്ഞിട്ടിപ്പോ 1 ഡിഗ്രി ആയിരുന്നു. മറ്റേ പുറത്തൊക്കെ ടോയ്ലറ്റ് മാർച്ച് നമ്മുടെ നാട്ടില് മറ്റേ പായല് പോലത്തെ, പായലല്ല ഒരുതരം പുല്ല്. പക്ഷെ നല്ല ഭംഗിയായിണ്ടല്ലേ. പക്ഷെ ഫുള്ള് CCTV ആട്ടോ. അല്ല മറ്റേ CCTVയുടെ ഇതിലാണ്. അകത്തോട്ട് പോണ വഴി കണ്ട നല്ല ഇതുണ്ട്. അപ്പൊ ഞങ്ങള് പോസ്റ്റായി. ഞങ്ങളിപ്പോ വന്നപ്പോ 9:54 10 മണിക്ക് തുറക്കുള്ളൂ. സമയം വളരെ കൃത്യനിഷ്ഠയാണ് ഇവിടെ. ഒരു രസം കാണിച്ചു തരാട്ടാ. ഇതിന്റെ നമ്മുടെ ഈ ഹാമിൽട്ടൺ ഗാർഡന്റെ ആ എൻട്രൻസിന്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ചെറിയൊരു ലേക്ക് ഉണ്ട് ട്ടാ. അത് നോക്കി നോക്കി, അതിനകത്തുനിന്ന് പുക പറക്കണ്, പിന്നെ ഐസ് പോലെ വെള്ളം കിടക്കണേ. കേട്ടാ, നല്ല രസമുണ്ട്. നല്ല ഭംഗിയുള്ള അല്ലേ? അവിടെ നിന്ന് ഇങ്ങോട്ട് ഷോട്ട് എടുത്ത് നല്ല രസമായിരുന്നു. നല്ല ഭംഗിയുണ്ട്. പക്ഷെ നോക്കി, അമ്പോ വെള്ളത്തിനകത്തുനിന്ന് അത്രയും തണുപ്പായിട്ട്, എന്നിട്ട് ഈ താറാവുകളൊക്കെ ഇങ്ങനെ കുളിക്കണേ. ഇവർക്കൊന്നും തണുപ്പില്ലേ കർത്താവ്. നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങി പോകാനൊരു സ്റ്റെപ്പ് ഉണ്ട്. അപ്പൊ ഈ സ്റ്റെപ്പ് കൂടെ നമുക്ക് ഇങ്ങനെ ഇറങ്ങി പോകാം. അടിപൊളി അല്ലേ? നല്ല ലേക്ക്. പക്ഷെ അതിനിടയിൽ നമുക്ക് ആ സൈഡിൽ കൂടെ വന്നിട്ട് കാണാൻ പറ്റുമല്ലോ അവിടെ ഒരു ഇത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഇരിക്കാനുള്ള സ്ഥലമുണ്ട്. തൊട്ട് അതിന്റെ പുറകിൽ തന്നെ ഒരു കഫേ ഉണ്ട്. നമുക്ക് അവിടെ നിന്ന് വേണമെങ്കിൽ കോഫിയൊക്കെ വാങ്ങിച്ച് എന്തെങ്കിലുമൊക്കെ കഴിക്കാനൊക്കെ വേണമെങ്കിൽ ഇവിടെ വന്നിരുന്ന് കഴിക്കാം. അടിപൊളി. അയ്യോ, താറാവുകളൊക്കെ പാവണ്ട് ട്ടാ. ചൂടുവെള്ളാണോ? ചൂടുവെള്ളം കാരണം ഇനി പുക പൊങ്ങണതാണോ? അപ്പോൾ 10 മണിയാവും ഗാർഡൻ തുറക്കാന്ന് കേട്ടപ്പോൾ ഞാനും എൻ്റെ ഏട്ടനും കൂടി കുറച്ച് നേരം ഇവിടെ വന്നിരുന്ന് ഒരു റീലൊക്കെ എടുത്തായിരുന്നു. ഇതിന് തൊട്ട് റൈറ്റ് സൈഡിൽ കാണുന്നൊരു കഫേയാണ്. അപ്പോൾ അവിടെ നിന്നൊരു കോഫിയൊക്കെ വാങ്ങിച്ച് ഇവിടെ വന്നിരുന്ന് ആസ്വദിച്ചിരുന്ന് കുടിക്കാനായിട്ട് നല്ല രസമാണ്. അതുപോലെ തന്നെ നമുക്കിതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ചെറിയൊരു ലേക്ക് കാണാം. അപ്പം അതിനകത്തൂടെ കുറേ താറാവുകളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു വ്യൂ നല്ല രസമുള്ള വ്യൂ ആണ്. അപ്പോൾ കാലത്ത് തന്നെ നടക്കാനൊക്കെ വരികയാണെങ്കിൽ തന്നെ നമുക്ക് ഇവിടെ വരെ നടന്നു കഴിഞ്ഞ് ഒന്ന് റെസ്റ്റ് എടുത്ത് ഈ ഭംഗിയൊക്കെ ആസ്വദിക്കാം. അപ്പോൾ ഞങ്ങൾ ഹാമിൽട്ടൺ ഗാർഡൻ്റെ അവർ തുറന്നു. 10 മണിക്ക് അവർ തുറന്നു. അപ്പോൾ ഞങ്ങൾ അകത്തോട്ട് വന്നപ്പോൾ ഫസ്റ്റ് അവർ ചോദിച്ചത് നമ്മുടെ അഡ്രസ് പ്രൂഫ്, നമ്മുടെ ഫോട്ടോ ID ഒക്കെ ചോദിച്ചായിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ തന്നെ താമസിക്കുന്ന ആൾക്കാരായതുകൊണ്ട് നമുക്ക് പൈസ അടയ്ക്കണ്ട. അപ്പം നമ്മുടെ ഒരു ഇമെയിൽ ID, 2 പേരുടെയും പേര്, പിന്നെ ID, മറ്റേ എന്തിനാ ഫോട്ടോ ID വേണം. അത് കഴിയുമ്പോൾ അവർ നമ്മൾ രജിസ്റ്റർ ചെയ്യും. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഫസ്റ്റ് നിൻ്റെ ഇമെയിലിലേക്ക് ഒരു ഇമെയിൽ വന്നു. അത് എന്നിട്ട് അപ്പം നമുക്ക് ഗൂഗിൾ വാലറ്റിനകത്ത് നമ്മുടെ പേര് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് എത്ര പിള്ളേരുണ്ട് അവരും നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അപ്പം അത് അങ്ങനെ രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 2 പേർക്ക് ഒരു ഇമെയിൽ വന്നു. അപ്പോൾ നമ്മളത് ഗൂഗിൾ വാലറ്റിനകത്തോട്ട് അടിച്ച് വെക്കുകയാണെങ്കിൽ 2 വർഷത്തേക്ക് നമുക്ക് ഇതിനകത്തോട്ട് എപ്പോൾ വേണമെങ്കിലും വരാം. അപ്പോൾ വരുമ്പോൾ നമുക്ക് ഈ ടിക്കറ്റ് എടുക്കുന്ന സ്ഥലത്തേക്ക് പോകേണ്ട, ഡയറക്റ്റ് ഇപ്പുറത്തോട്ട് കടന്നിട്ട് നമുക്ക് അവിടെ സ്കാനിങ് ഒരു പുള്ളിക്കാരി നിൽക്കുന്നുണ്ടാവും. അവിടെ പോയിട്ട് സ്കാൻ ചെയ്ത് നേരെ കയറാം. അപ്പോൾ നമുക്ക് ഇന്ന് നമുക്കിത് ചെയ്തപ്പം ഇവിടെ നമ്മൾ റെസിഡൻ്റ് ആയത് കാരണം കൊണ്ട് തന്നെ ഇവിടെ നമുക്ക് 0 അടിച്ചിട്ട് നമുക്കൊരു ബില്ല് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു സ്കാൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ നമ്മൾ മൊബൈലിനകത്താണ് നമ്മുടെ സ്കാൻ ചെയ്യണത് അവർ. അപ്പം അതുപോലെ തന്നെ നമുക്ക് അവരൊരു വലിയൊരു മാപ്പ് തന്നിട്ടുണ്ട്. ഈ മാപ്പ് അനുസരിച്ചിട്ടാണ് നമ്മൾ പോകേണ്ടത് എന്നാണ് പറയണത്. ഞങ്ങൾ മുന്നൊരു പ്രാവശ്യം വന്നപ്പോൾ ഞങ്ങൾ താനെ തീരുന്നുണ്ട് എല്ലായിടത്തേക്കും ഓടി നടന്ന് കാണുമായിരുന്നു. അപ്പം നമുക്ക് ഇനി മാപ്പ് അനുസരിച്ച് പോവാം. മാപ്പിൽ കുറേ സംഭവമുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ നമ്മളിവിടെ വരുമ്പോ തന്നെ ഫസ്റ്റ് ഒരു റൗണ്ടാണ് കാണുന്നത്. അതിനകത്ത് നമുക്ക് കുറേ എൻട്രൻസ് ഉണ്ട്. ഇത് എക്സിറ്റ് ആണ്. ഓക്കെ, അപ്പൊ ഇത് പുറ്റാങ്ക, അതായത് എക്സിറ്റ്. അത് മൗരി ഭാഷയാണ്. നമ്മൾ ന്യൂസിലാൻഡ് ആയതുകൊണ്ട് ഇവിടെ മൗരി ഭാഷ. പുത്താങ്ക എന്ന് പറഞ്ഞാൽ എക്സിറ്റ്.
അപ്പൊ ഇവിടെ നമുക്ക് കാണുന്നത് ഗലാഗർ വിസിറ്റർ സെന്റർ കഫേ ആൻഡ് ടോയ്ലറ്റ്സ് ആണ് ഇവിടെ ഉള്ളത്. അപ്പൊ നമുക്ക് അവിടേക്ക് പോകണ്ട. ഇനി അടുത്തത് നമുക്ക് ഫസ്റ്റ് ഫാന്റസി ഗാർഡൻ കളക്ഷനിലേക്ക് പോയാലോ. അപ്പൊ അവിടെ എന്തൊക്കെയാ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രോപ്പിക്കൽ ഗാർഡൻ, പിന്നെ ഈശോ ഇംഗ്ലീഷ് അറിയാം പക്ഷെ ഇംഗ്ലീഷ് വായിച്ചറിയില്ല. സെറിയലിസ്റ്റ് ഗാർഡൻ. നമുക്ക് ഇത് വായിച്ചാൽ മതി കാണുന്നവര്. ഞാൻ വായിക്കുന്നില്ല, ഞാൻ വായിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ പ്രൊനൗൺസിയേഷൻ അല്ലെങ്കിൽ പിന്നെ കളിയാക്കരുത്. നമ്മളിങ്ങനെ ഫസ്റ്റ് ഈ ട്രോപ്പിക്കൽ ഗാർഡനിലേക്ക് വന്നേക്കണേ കേട്ടോ. പുറത്ത് നല്ല വെയിലുണ്ടെങ്കിലും ടെമ്പറേച്ചർ ഭയങ്കര കുറവാണ്. വെയിലത്ത് നിൽക്കുമ്പോൾ നമുക്ക് അത്രയും തണുപ്പ് അറിയില്ല. പക്ഷെ നമ്മൾ ഇതിനകത്തോട്ട് കയറിയപ്പോഴ് ഭയങ്കര തണുപ്പാണ്. കൈയൊക്കെ ശരിക്കും പറഞ്ഞാൽ മറ്റേ മരയിച്ചിട്ട് കൈ ഇങ്ങനെ അനക്കാൻ പറ്റണില്ല, ഒരു വേദന. നമ്മൾ അത്രയും ജസ്റ്റ് ഒരു സ്വെറ്റർ മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇങ്ങനെ മറ്റേ രണ്ട് സൈഡിലും മറ്റേ കൊടും കാട് പോലെ ആണെങ്കിലും നമുക്ക് നടക്കാനുള്ള വഴി ഞാൻ മുന്നത്തെ വീഡിയോയിലും പറഞ്ഞിട്ട് നല്ല പരുപരുത്തതായത് കാരണം കൊണ്ട് ഇവിടെ ഇപ്പം ഇന്നിപ്പോ വൈകുന്നേരം നല്ല എന്നിട്ട് പറയാം മൈനസിലേക്ക് പോയി കാണുമായിരിക്കും. ഞാൻ കാലത്ത് ഞാൻ ഉറങ്ങി എഴുന്നേറ്റ് ഇപ്പം വണ്ടി കിട്ടിയായിരുന്നു. അപ്പം മിക്കവാറും മൈനസിൽ പോയി കാണുമായിരിക്കും. അതിന്റെയാണ് കാരണം മഴ പെയ്തിട്ടില്ല. അപ്പൊ ആ ഐസാണോ മഞ്ഞ് വീണിട്ടുണ്ട് എന്തായാലും. അപ്പൊ അതിന്റെയാണ് ഈ വെള്ളം താഴെയുണ്ട്. പക്ഷെ എങ്കിലും നമ്മൾ വഴുക്കി വീഴൂല, കാരണം നല്ല പരിവർത്തതാക്കി അങ്ങനെയാണ് അവർ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പൊ നമ്മള് ഒരു ബ്രിഡ്ജ് കടന്നാണ് ഇങ്ങോട്ട് പോണത്. നമ്മുടെ ട്രോപ്പിക്കൽ ഗാർഡനിലേക്ക് പോണത്. അപ്പൊ അതിന്റെ രണ്ട് സൈഡും അടിപൊളി വ്യൂ ആണ്. നല്ല ഇഷ്ടം പോലെ മരങ്ങളും നല്ല നല്ല രസമുണ്ട് കാണാനായിട്ട്. ഞങ്ങള് മോർണിംഗ് വാക്കിന് ഹാമിൽട്ടൺ ഗാർഡനിലോട്ട് വന്ന ആൾക്കാരാണ് കേട്ടോ. വോക്കാണ് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞങ്ങള് ഇനി ട്രോപ്പിക്കൽ ഗാർഡന്റെ അകത്തോട്ട് നമ്മളിപ്പം ഇവിടുത്തെ പുറത്ത് ഇങ്ങനെ ഒരു വ്യൂ ഉണ്ട്. ഇത് കഴിഞ്ഞ് നമ്മൾ ഇനി ഗാർഡനിലോട്ട് കയറാണ്. ഗാർഡനിലോട്ട് കയറുന്നതിന് മുന്നേ ഇങ്ങനെ ചെറിയൊരു എൻട്രൻസ് ഉണ്ട്. ആ എൻട്രൻസിൽ കൂടെയാണ് നമ്മൾ ട്രോപ്പിക്കൽ ഗാർഡനിലേക്ക് കയറാൻ പോണത്. അത് നമുക്ക് ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഇവിടെ ഇരിക്കാൻ പറ്റില്ല, കാരണം ഐസിന്റെ നനഞ്ഞ് ഇതിപ്പോ നമ്മള് ഇതിനകത്ത്. അപ്പൊ നമ്മൾ പുറത്ത് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഈ ട്രോപ്പിക്കൽ ഗാർഡനകത്ത് ഒരുപാട്, അതായത് ഇപ്പൊ നോക്കി 1 2 3 4 5 ഒരു എൻട്രൻസ് കാണുന്നുണ്ട്. 5 അല്ലേ, അത് 6ാമത്തെയും അത് ക്ലോസ് ചെയ്തിട്ടേക്കാം. 5 എൻട്രൻസ് കാണുന്നുണ്ട്. ഈ 5 എൻട്രൻസിന്റെ ഉള്ളിൽ കൂടി നമ്മൾ കയറി പോകണം. അതായത് ഇപ്പൊ അവിടെ നമ്മൾ ഫസ്റ്റ് കയറിയപ്പോ കണ്ടായിരുന്നു അവിടെ 5 എണ്ണം കണ്ടിട്ടുണ്ട്. ആ 5-നകത്ത് കൂടെയും കയറുമ്പോൾ പിന്നെ നമുക്ക് 5 സ്ഥലം കാണാൻ പറ്റും. അങ്ങനെ വലിയൊരു പ്ലേസ് ആണ് കേട്ടത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് എവിടെ പോകണം? കാരണം ഇപ്പം ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായത് നമുക്ക് എക്സിറ്റ് കാണിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ഇപ്പൊ നമ്മൾ വന്നു, ഇനി നമുക്ക് ഇതിലേ പോകണ്ട, ട്രോപ്പിക്കൽ ഗാർഡനകത്തോട്ട് പോകണ്ട, നമുക്ക് അടുത്ത സ്ഥലത്തേക്കാണ് എക്സിറ്റ് കാണിക്കുന്നത്. അപ്പൊ ഒരു സ്ഥലത്തുനിന്ന് നമുക്ക് അടുത്ത ഗാർഡനിലോട്ടുള്ള എക്സിറ്റ് കാണിക്കും. ഇപ്പൊ നമ്മൾ കയറി വന്ന് ട്രോപ്പിക്കൽ ഗാർഡൻ ആണെങ്കിലും നമ്മൾ ഇവിടുത്തെ 1 2 3 കഴിഞ്ഞ് 4 എണ്ണം കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത എക്സിറ്റ് ടീ പരപ്പര ഗാർഡൻ, അവിടേക്ക് നമ്മൾ എക്സിറ്റ് ആയിട്ട് പോകണം. അപ്പൊ നമുക്ക് ഫസ്റ്റ് നമുക്ക് വായിക്കാൻ കിട്ടാതിരുന്ന ആ ഗാർഡനിലേക്ക് പോകാം. അതിപ്പോ കാണിച്ചു തരാം. സുറേലിസ്റ്റ്, അതായത് എന്താന്ന് എനിക്കറിയില്ല. അപ്പം എൻ്റർ എ ഡ്രീം ലൈക്ക് എ ഗാർഡൻ ഇൻസ്പയർഡ് ബൈ 1920s സെറിയലിസം. അത് ഗൂഗിൾ ചെയ്ത് നോക്കേണ്ടി വരും. വേർ സ്ട്രേഞ്ച്നെസ്, ഓവർസൈസ് ടൂൾസ് ആൻഡ് മൂവിങ് ട്രീസ് എബണ്ട്. അത്രയും സൗണ്ട് ഉണ്ടോ അതിനകത്ത് എനിക്കറിയില്ല. നമ്മൾ ആ ഗാർഡനിലോട്ട് കയറാൻ കേട്ടോ. നമുക്ക് നല്ല വ്യക്തത വേണം ഇവിടെ വന്ന് കഴിയുമ്പോഴേ. കാരണം നമ്മൾ ഏത് ഗാർഡനിലോട്ട് കയറിപ്പോയെ നമ്മളെ വന്നാണ് തിരിച്ചറിയാം, ഇല്ലെങ്കിൽ നമ്മളെല്ലാം മറന്നു പോകും. ഇത് നോക്കി നല്ല രസമുണ്ട്. ഇങ്ങനെ ഓരോ അത് അനങ്ങുന്നുണ്ട് ചേച്ചാ. ആ സാധനം മോളിൽ കയറി പോകുന്നു. ഇതൊക്കെ അനങ്ങുന്നുണ്ട് കണ്ടോ? ആടാ, ഇത് മറ്റേ മെഷീൻ വെച്ച് എന്തോ സംഭവം. ഇതൊക്കെ അത് അനങ്ങുന്നുണ്ട്. അമ്മ ഞാൻ ശരിക്കും പേടിച്ചു വിട്ടോ. എനിക്ക് തോന്നുന്നത് നമ്മൾ അടുത്തോട്ട് വരുമ്പോ ഇത് നമ്മുടെ അടുത്തോട്ട് വരും കേട്ടോ. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് ഇവിടെ നിന്ന് നോക്കാം എന്തോരം നമ്മുടെ അടുത്തോട്ട് വരുന്നു. ഓരോ സാധനങ്ങളും നമ്മള് ചെല്ലണതിനനുസരിച്ച് നമ്മുടെ അടുത്തോട്ട് വരുന്നുണ്ട്. ഇപ്പൊ നോക്കി നോക്കണേ. ഞാൻ അടുത്തോട്ട് പോകുമ്പോഴ് കണ്ടോ, എനിക്ക് എന്തോ സെൻസറാണ്. ഇപ്പൊ നമ്മുടെ അടുത്തോട്ട് വരും. ഒരാളുടെ പോലെ കയ്യും കൊണ്ട് വരുന്ന അടിപൊളിയായിട്ടുണ്ട്. ഞാൻ ഇങ്ങോട്ട് വന്ന് നോക്കട്ടെ. ഇവിടുത്തെ സെൻസറാണ് പോകുന്നത്. അതാണെങ്കിരുന്നു നിന്ന് പോയോ? അതും ചെടി പിടിക്കാത്തത്. പക്ഷെ നല്ല രസമുണ്ട്. അടിപൊളി. ഇപ്പൊ ഇവിടെ എല്ലാവരും ഇങ്ങനത്തെ സംഭവം ഉണ്ടാക്കി വെച്ചേക്കണത്. നല്ല രസം എന്ന് വെച്ചാൽ നല്ല ഭംഗി. നമ്മളപ്പം ട്രോപ്പിക്കൽ ഗാർഡനിലേക്ക് വന്നത്.
അപ്പൊ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്, ഈ ഗാർഡനകത്തോട്ട് കാണാൻ പറ്റുന്നത് ഇങ്ങനെ മൊത്തം ഇങ്ങനെ ചെടികളായിട്ട് ഇതിങ്ങനെ ഒരു സെൻസർ പോലെ വെച്ചേക്കാണ്. അതിങ്ങനെ നമ്മളനങ്ങുമ്പോ അങ്ങനെ ഓടി നടക്കും. അനങ്ങണില്ല, കുട്ടി മിണ്ടുന്നില്ല, കുട്ടി മിണ്ടുന്നില്ല. പക്ഷെ നല്ല രസല്ലേ? ഇത് എന്താന്നറിയത്? അയ്യോ ഇവിടെ ഒന്നും അധികം നനവില്ല. ഇതുണ്ടല്ലോ പുല്ലല്ല ട്ടാ, ഇത് മറ്റേ സാധനം വെച്ചേക്കണതോ. ഇത് പുല്ലല്ല, ചെറിയൊരു നനവുള്ളൂ, അത്ര നനവില്ല. ഇതനങ്ങോ നോക്കട്ടെ. വലുതൊന്നും അനങ്ങില്ല. മോളിത്തെ ചീന ഒരു സാധനം നോക്കി ചീന ടോപ്പില് കണ്ടാ. അപ്പൊ നമ്മള് അടുത്ത ഗാർഡനിലേക്ക് പോണം. ഇവിടെ ഹെർബ് ഗാർഡൻ, ട്രഡീഷണൽ കളക്ഷൻ ഓഫ് ഹെർബ്സ് ആൻഡ് അതിന്റെ ഗാർഡൻ ആണെന്നാണ് അവിടെ എഴുതി വെച്ചേക്കുന്നത്. ഇതും കേറി വരുന്ന വഴി പൊളി പൊളി, അടിപൊളി. പക്ഷെ കുഴപ്പമില്ല, തണുപ്പ് നമുക്ക് സഹിക്കാൻ പറ്റുന്ന തണുപ്പുള്ളൂ. നമുക്ക് ജസ്റ്റ് നമ്മൾ വിന്റർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ, അത് കാരണം കൊണ്ട് നമുക്ക് വലിയ കുഴപ്പമില്ല. എന്നാലും പക്ഷെ ഇതൊക്കെ എത്ര സമയം എടുക്കില്ല ഇതൊക്കെ ശരിയാക്കി ഒരു കട്ട് ചെയ്ത് ചെടികളൊക്കെ നിർത്തണമെങ്കിൽ 100 ആൾക്കാർ വേണല്ലേ? അതുപോലെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരു മെയിൻ്റെനൻസ് കഴിഞ്ഞിട്ടുള്ളൂ തോന്നുന്നു അല്ലേ. പിന്നെ അധികം കെയറിങ് കൊടുക്കണ്ട ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് ഇതായതുകൊണ്ട്. ഇത് മൊത്തം ഹെർബിന്റെ സ്ഥലം, വിന്റർ ആയതുകൊണ്ട് തന്നെ. ഓ കേറിപ്പോ ഒരു മിന്റിന്റെയോ എന്തൊരു മണല്ലേ, നല്ല മണം. അടാ പുലിക്കുട്ട, പുലിയല്ലല്ലോ, സിംഗല്ലേ, സിംഗക്കുട്ടനല്ലത്. ഇത് മൊത്തം ഈ സൈഡ് മൊത്തം മെഡിസിൻ ആണ്, മെഡിസിൻ കളക്ഷൻ ആണ്. ഈ സൈഡ് മൊത്തം പെർഫ്യൂം കളക്ഷൻ. അതായത് ചിലപ്പോ അങ്ങനത്തെ മണമായിരിക്കും, പക്ഷെ നമ്മുടെ മിന്റ് ആണ്. ഇത് യൂറോപ്യൻ കള്ളിനറി ബെഡോ അങ്ങനത്തെ സാധനങ്ങള്. കിച്ചൺ ഗാർഡൻ. ഇനി ഈ സൈഡില് കോസ്മെറ്റിക് കളക്ഷനാ. ഓ ശരിയാട്ടാ, നമ്മുടെ അലോവേര നിക്കുന്നുണ്ട്, കോസ്മെറ്റിക് അലോവേര, ലെമൺ നിക്കുന്നുണ്ട്. അവിടെ ഉണ്ട് മിന്റ്. ഇനി അടുത്തത് നമ്മുടെ കിച്ചൺ ഗാർഡനിലോട്ട് പോണേ. കറിവേപ്പില ഉണ്ടാവോ? കിച്ചൺ ഗാർഡനിൽ കറിവേപ്പില കണ്ട. കറിവേപ്പില മാത്രം പോരാ, മറ്റേ സാധനമൊക്കെ വേണം. പച്ചക്കറി കാണുമായിരിക്കും. നോക്ക്, ഫ്രഷ് ഫുഡ് ആൻഡ് സൺ വാം വാൾസ്. ഓക്കെ, ഇത് എനിക്ക് തോന്നുന്നു മറ്റേ സംഭവല്ലേ, ഇത് മറ്റേ അത് ഇതിന്റെ അടിയിൽ മറ്റേ കാബേജോ മറ്റേ കോളിഫ്ലവർ അങ്ങനത്തെ എന്തോ സാധനം. ഈ പക്ഷി മേത്ത് വന്ന് തട്ടിക്കളയും. ഇതെന്നിട്ടാ വെറുതെ ചെടിയല്ല, പ്ലാസ്റ്റിക്കാ. ഇത് പ്ലാസ്റ്റിക്കാ. അയ്യോ അല്ല ഏട്ടാ, പ്ലാസ്റ്റിക് അല്ല, കണ്ടപ്പോ ശരിക്കും പ്ലാസ്റ്റിക് പോലെ തോന്നി. അയ്യോ നല്ല മണം. ആലോചിച്ചോക്ക്, നമ്മൾ ബാർബിക്യൂ ഉണ്ടാക്കുമ്പോ ഇങ്ങനെ ആക്കിട്ട് ഇങ്ങനെ ആക്കുന്ന സാധനം. അയ്യോ മറ്റേ റോസ്മേരി. ഒന്തോറുണ്ടായി നിക്കണല്ലേ, കുറച്ചെടുത്തിട്ട് പോയി റോസ്മേരി. ഇവിടെ എല്ലാം കിട്ടാ. അതെ ഉണ്ട്. ഇത് മറ്റേ എന്നിട്ടാ അല്ല, ബീട്രൂട്ടാ. ഇത് ബീട്രൂട്ടാ. ഞാൻ വിചാരിച്ചു മറ്റേ നമ്മുടെ ആടാ. ഇത് ശരിക്കും സംഭവം ഓക്കെ ആണ് കേട്ടോ. ഇനി നമ്മള് കാണാൻ പോകുന്നത് നാരങ്ങ, ലെമൺ ട്ടാ. അയ്യോ കുറച്ചെടുത്തിട്ട് പോയിട്ട് അച്ചാറുണ്ടാക്കാൻ, നല്ല ഈന്തപ്പഴൊക്കെ ഇട്ട് അച്ചാറുണ്ടാക്കിയ പൊളി ടേസ്റ്റ് ആയിരുന്നു. ഇത് ഓറഞ്ചാ, അത് വേണ്ട. പക്ഷെ ഇത് ഇത് ഓറഞ്ചാ. എല്ലാരും ഒരു മറ്റേ ബാഗും കൊണ്ട് വരേണ്ടതായിരുന്നു, ആർക്കും വേണ്ട. മറ്റേ ഒരു സിനിമയിൽ പറയില്ലേ, ഇത് ഈ ഗ്ലാസ് ഇവിടെ സൈഡിൽ നിന്നോട്ടെ, വേണ്ടാത്ത സാധനങ്ങൾ എടുത്തിട്ട് ചിലപ്പോ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. എന്റെ ഞാൻ സൂത്രം കാണിച്ചേ, എട്ടരുത്. ഞാൻ ഫസ്റ്റ് വന്നാണ്, ഞാൻ ഫസ്റ്റ് കണ്ടു. പതുക്കെ മോളിക്ക് പറക്കുവോ? ഇതിങ്ങനെ പറന്ന് അതിനെ കെട്ടി വെച്ചേക്കാട്ടാ, മോളിക്ക് പോകാണ്ടിരിക്കാൻ വേണ്ടിട്ട്. അതെന്താണ് സാധനം? അടിപൊളി അനങ്ങനുണ്ടല്ലേ. ഹൈഡ്രജൻ എന്തോ നിറച്ചു വെച്ചിട്ടുണ്ട്. ടാങ്ക് കണ്ടാ പൊന്താമുണ്ട്. എന്നിട്ട് സാധനം ഇവിടെ എഴുതി വെച്ച് മനസ്സിലാവും. ഇത് മറ്റേ സാധനം വെച്ചേക്കുന്നത് അതിനുള്ളിൽ ആ സാധനം. ഇനി മാൻസ്ഫീൽഡ് ഗാർഡൻ. നമ്മളിപ്പോ എവിടെയാന്ന് ഒരു ഐഡിയ ഇല്ല കേട്ടാ, നമ്മൾ ഏതിലേക്കേ പോയത്. ഇത് പോണ്ട കാടാ, വെറുതെ കാട് മാത്രം. ഇത് പിക്ചർ, ഇത് എന്നിട്ടാ റൊമാൻറ്റിക്. അയ്യോടാ, ഇത് പിക്ചേഴ്സ്
ഗാർഡൻ എന്തൊക്കെയോ. ഇത് റൊമാൻറ്റിക് ഗാർഡൻ സെലിബ്രേറ്റിംഗ് വൈൽഡ് നേച്ചർ ആൻഡ് റിസോർട്ട്സ് ദ മാജിക് ഫ്ലൂട്ട്. അപ്പൊ പോകാം. ഒന്ന് കുറച്ച് വഴി പോയി നോക്കിയാലോ? നമുക്ക് നോക്കിയോക്കാം. റൊമാൻറ്റിക് ഉള്ള ആൾക്കാർക്ക് പറ്റിയ സ്ഥലമാണ് നോക്കാം. അപ്പൊ നമുക്ക് പറ്റില്ല. അയ്യോ, ഇതിനകത്തോടെ പോയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ ശരിക്കും കയ്യൊന്നും നനക്കാൻ പറ്റില്ല. ഇതിനകത്ത് ഇത്തിരി തണുപ്പുണ്ട്. നല്ല തണുപ്പുണ്ട് അല്ലേ? നല്ല തണുപ്പുണ്ട്. അങ്ങനെയുണ്ട് റൊമാൻറ്റിക് ഗാർഡൻ. റൊമാൻറ്റിക് ഗാർഡൻ റൊമാൻറ്റിക് ഒന്നും വരില്ല ഈ മാതിരി തണുപ്പത്ത്. എന്ത് റൊമാൻറ്റിക് വരാനാ? പക്ഷെ നമ്മൾ ആ ഗാർഡനിലേക്ക് കയറാൻ പോവാണ്. എല്ലാ ഗാർഡനിലേക്കും കയറുന്നതിന് മുന്നേ ഒരു ചെറിയ ഗുഹ പോലത്തെ ഒരു സംഭവം, എന്നിട്ടാണ് നമുക്ക് അതിന്റെ എൻട്രൻസ് കാണിക്കുന്നത്. നമുക്ക് നോക്കി നോക്കാം അതിനകത്ത് എങ്ങനെ എന്താണ് റൊമാൻറ്റിക് ആവാനുള്ള സംഭവം. റൊമാൻറ്റിക് പക്ഷേ ഈ തണുത്തൊടുങ്ങി നന്നായിട്ട്. അതെ, ഞാൻ പോയി തുറന്നാലോ? അതല്ല വഴി, ഇതാ വഴി. നമ്മുടെ നാട്ടിൽ ഗുഹയിലേക്ക് പോകുന്ന എന്തോ കൊറേ വർഷം പഴക്കമുള്ള രീതിയിലാണ് കാണുന്നത്. ഇവിടെ ഇതുവരെ നടന്ന എൻട്രൻസ് വരെ ഇങ്ങനെ വന്നിട്ട് വലിയ റൊമാൻറ്റിക് ഒന്നും എനിക്ക് തോന്നുന്നില്ല. അതല്ല, ചെലപ്പം എന്താ പറയാ, ഒരു ഒതുങ്ങിയ സ്ഥലം, അതായത് ഒരു സൈലന്റ് ആയിട്ടുള്ള സ്ഥലം, എല്ലാവരും വന്നിരുന്ന് സംസാരിക്കാനുള്ള സൈലന്റ് സ്ഥലം. അങ്ങനെ ഒരു സ്ഥലം അല്ല, അങ്ങനെ കഴിഞ്ഞു. എവിടെ കഴിഞ്ഞു? അടുത്ത സ്ഥലത്തി ഇല്ല, നമ്മളവിടെ തന്നെയാണ്. ഇവിടെ ഇരുന്ന് ഫോട്ടോ എടുക്കട്ടോ? ഇതിന്റെ ഇപ്പുറത്ത് നോക്കി വൈക്കട്ട് റിവറാലോ? റിവർ പോയിക്കൊണ്ടിരിക്കട്ടാ. ഇപ്പൊ ഞാനൊരു സൂത്രം കാണിച്ചു തരാം. എന്നിട്ടാന്നറിയോ, എന്നെ നോക്ക്, തണുത്തിട്ട് കൈയൊക്കെ മരം പോലെയായി. അതുപോലെ തന്നെ കൈയുടെ ടിപ്പൊക്കെ നോക്കി ബ്ലഡ് വന്ന് നിറഞ്ഞ്. ഇയാളെ കണ്ടുപിടിക്കണ്ടോ വെള്ളത്തിന് പേരും? ഇത് നമ്മുടെ വേതാളാണോ? ഏതെന്ന് ഓർമ്മില്ല. എന്റെ ഏട്ടാ പേടിയാണ്. എന്ത്? നമുക്ക് ഞങ്ങട് പോണ റൊമാൻറ്റിക് ഒന്നും വരുന്നില്ല. എന്താന്നറിയോ, അമ്മേ പാമ്പ് പറ്റിച്ചേ. ഇത് പാമ്പിന്റെ ശരിക്കും മലമ്പാമ്പ് കിടക്കണ പോലെയാ. വെള്ളപ്പാമ്പായി പോയി അല്ലെ? ശരിക്കും ശരിയാണ് ട്ടാ. റൊമാൻറ്റിക് നമ്മുടെ ആദത്തിന് ഹവ്വനും ആലോചിച്ചിട്ട് ഈ പാമ്പാണ് ഒന്ന് പ്രശ്നം ഉണ്ടാക്കിയത്. ശരി. ഇതുണ്ട്, ഇവിടെ മൊത്തം പുല്ലുണ്ട്. ഇത് ഫുള്ള് പുല്ല. ആൾക്കാർ ചവിട്ടിട്ടുണ്ട, പുല്ലില്ല. പതിഞ്ഞു കിടക്കുക. അറിയണില്ലട്ടാ. ഇവിടെ പാമ്പില്ല കേട്ടോ. പാമ്പിന്റെ ആ സ്ഥലമാണ്. നമ്മളിപ്പോ അടുത്ത ഗുഹയിലേക്ക് പോട്ടെ. മൊത്തം ഗുഹയാ. അടുത്ത ഗുഹ പാറക്കെട്ടിന്റെ ഉള്ളിൽ കൊണ്ട് പോവാ. അടിപൊളിട്ടാ. പക്ഷെ ഞാൻ കാര്യം ചോദിക്കട്ടെ, നമ്മൾ മുന്നേ ഹാമിൽട്ടൺ ഗാർഡനിൽ വന്നിട്ടുണ്ട്. പക്ഷെ അന്നവിടെ പണി നടക്കരുന്നില്ല. ആഹാ, ചേച്ചി പെണ്ണെന്ന് എങ്ങനെ കിടക്കണേ? അല്ലെ ചേച്ചി പെണ്ണിന്റെ തലയും വേറെ എന്തൊക്കെ സംഭവട്ടത്. തല ഇത്, പക്ഷെ മറ്റേത് സിംഹം. എന്തോ പക്ഷെ ഇവിടുന്ന് നോക്കിയൊക്കെ ഇവിടെ നോക്കുമ്പോ എന്തോ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടാ, അല്ലേ? അയ്യോ പൊളി പൊളി. തണുത്തിട്ടാണെങ്കിൽ വലിയ സുഖം തോന്നുന്നില്ല. അപ്പൊ നമ്മള് റൊമാൻറ്റിക് സൈഡിൽ നിന്ന് കടന്നു വന്നു. അവിടുത്തെ ചേച്ചി പെണ്ണിനൊക്കെ കണ്ടു കടന്നു. നമുക്ക് മാൻസ്ഫീൽഡ് ഗാർഡൻ. ഗാർഡൻ ഫ്രം കൊളോണിയൽ വെല്ലിംഗ്ടൺ ഇൻസ്പയർഡ് കാത്രീൻ മാൻസ്ഫീൽഡ്. നമുക്ക് നോക്കിയൊക്കെ എന്തിനാ. ഓ, ഇവിടെ പൂക്കളാണോ? എന്ത് പരിപാടി ഉണ്ട് ഇതിന്? ഫുഡ് ഉണ്ടല്ലോ ഇവിടെ. നമുക്ക് മറ്റേ ഇതാക്കാം. നമുക്ക് വേണമെങ്കിൽ ഇതിങ്ങനെ കല്യാണ പരിപാടി ഇങ്ങനെ നോക്ക്. അവിടെ സ്റ്റേജ് ഇവിടെ നോക്കി ഫുഡ് അറ്റത്ത് നോക്കി. അതിന് അപ്പൊ നമുക്ക് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നമുക്ക് പരിപാടി നടത്താൻ. ഇവിടെ ചിലപ്പോ ഫോട്ടോഷൂട്ട് ഉണ്ടാവും. ഇവിടെ നോക്കാം, നമുക്ക് എല്ലാവരും ഫോട്ടോ ഷൂട്ട് ചെയ്യണ്ടാണ്. എന്ത്? അപ്പൊ നടന്ന് വയ്യാണ്ടായതുകൊണ്ട് ഇനി അടുത്ത യാത്ര നമ്മൾ ഈ വണ്ടിയിലാണ്. നടന്ന് കുറേ ദൂരം നടന്ന കാരണം കൊണ്ടേ ഇനി കുറച്ചു നേരം ഈ വണ്ടിയിൽ പോവാന്ന് വിചാരിച്ചു. ഇത് ഒരു പാലസ് ആണ് അതിന്റെ പുറകില്. പാലസ് പോലെ തോന്നും. ഇത് ഇവിടെ വെച്ചേക്കണ ഒരു ഫോർഡിന്റെ KM ഫോർഡ് വണ്ടി. സ്പോൺസേഴ്സ് ഓഫ് ഫോർഡ് മോഡൽ T കാർ. വിന്റേജ് മോഡൽ കാറാ. കറക്കോ മണ്ണെണ്ണ ഇതിനുള്ളിൽ എന്തോ സെറ്റപ്പാ. സൈഡ് അങ്ങനെ തിരിച്ചിട്ട് പണ്ടത്തെ ഫോർഡിന്റെ എത്ര വർഷം മുന്നത്തെ വണ്ടി
പക്ഷെ ഇതൊക്കെ ആരൊക്കെ ഓടിച്ചിട്ടുണ്ടാവും, നമുക്ക് നമ്മളിപ്പോ കാണുമ്പോ ഒന്നുമില്ല. ആലോചിച്ചു നീ, മുന്നാരെങ്കിലും ഓടിച്ചു കാണും, അല്ലെങ്കിൽ ഫോർഡിന്റെ വണ്ടി പൊളിയില്ലേ. രക്ഷയില്ല. അങ്ങനെ നമ്മള് അവിടെ നിന്ന് തീർന്ന് വന്ന് അവിടെ ചെറിയൊരു പോണ്ടും ആ വണ്ടിയൊക്കെ കണ്ടില്ലേ, അത് കഴിഞ്ഞ് നമ്മള് അടുത്ത സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കട്ടാ. നല്ല കാടിന്റെ ഉള്ളിൽ കൂടെ. പക്ഷെ നമുക്ക് സത്യം പറഞ്ഞാൽ പേടിയില്ല. നമ്മുടെ നാട്ടിലാണെങ്കിൽ കാടിന്റെ ഉള്ളിൽ കൂടെ നോക്കുമ്പോൾ ഇങ്ങനെ നടക്കുമ്പോഴൊക്കെ പച്ചില പാമ്പുണ്ടോ നമുക്ക് അതുവരെ നമുക്ക് പേടിയില്ല. പക്ഷെ അങ്ങനെ ഇല്ല. അപ്പൊ നമുക്ക് അടുത്ത സ്ഥലം എന്താന്ന് നോക്കാട്ടാ. ഇത് റൗണ്ട് അടിച്ചിട്ട് പോകുന്നു നമ്മള്. ഈ റൊമാൻറ്റിക് ഗാർഡനിലേക്കാണ് നമ്മൾ നേരത്തെ പോയത്. അപ്പൊ അവിടെ നിന്ന് പോയി ഇവിടെ നിന്ന് വന്നു. ഇനി നമുക്ക് ഇവിടെ പോവാം, കൺസെപ്റ്റ് ഗാർഡൻ. അപ്പൊ നമ്മൾ കൺസെപ്റ്റ് ഗാർഡനിലെത്തി. ഇവിടെ നമുക്ക് എന്ത് കൺസെപ്റ്റാ തോന്നണേന്ന് നമ്മൾ ആലോചിക്കണം. ഇവിടെ കുറേ പൂക്കൾ പൂക്കളല്ലേ, കുഞ്ഞു പൂ, റോസപ്പൂവിന് പോലത്തെ കുഞ്ഞു പൂ അല്ലേ. എന്തൊരു സാധനമാണ്. അതിനപ്പുറത്തേക്ക് ഒരു പോണ്ടുണ്ട്. അതിനകത്ത് എന്തോ സാധനം അല്ല, അത് വെള്ളം വരുന്നത്. അപ്പുറത്ത് പൂക്കൾ നമുക്ക് റൗണ്ട് ചുറ്റിപ്പോ. പക്ഷേ കൺസെപ്റ്റ് ഗാർഡൻ, ലാൻഡ്, പീപ്പിൾ ആൻഡ് ടൈം. ഇനി ഇത് നാരങ്ങയല്ലാന്ന് പറയൂ. ഇത് നാരങ്ങയല്ലേ. പക്ഷെ നോക്കി നീ എല്ലാ നിലത്തും ഉള്ളില് അതിനകത്തോട്ട് എങ്ങനെ പറിക്കാനാ അല്ലേ. ആർക്കും വേണ്ട. ഇവിടെ എല്ലാവരുടെ വീടിന്റെ ഫ്രണ്ടിലും ഇഷ്ടം പോലെ ആപ്പിള്, ഓറഞ്ച്, നാരങ്ങ എല്ലാം ഉണ്ടാവും. നമ്മളൊക്കെ ആണെങ്കിൽ ഭയങ്കര ആഗ്രഹിച്ച് നമ്മളതൊക്കെ പൊറിച്ച് തിന്നും തുടക്കം വന്ന സമയത്തൊക്കെ. പക്ഷെ ഇപ്പൊ ആർക്കും വേണ്ട. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കും, പക്ഷെ ആരും വീട്ടിൽ നിന്ന് പറിച്ചു കഴിക്കില്ല. അതിങ്ങനെ ഭംഗിയിൽ നിക്കണതാന്ന് തോന്നുന്നവർക്ക് എല്ലാവർക്കും ഇഷ്ടം. ഞാൻ പപ്പയൊക്കെ പറയണ കേട്ടിട്ടുണ്ട്. അവര് മറ്റേ ഇറ്റലിയിലായിരുന്നു മുന്നേ. അപ്പൊ അവിടെ ഇങ്ങനെ ഓറഞ്ച് സാധനങ്ങളൊക്കെ ഉണ്ടാവും. അവരാരും പറിക്കില്ല. അപ്പം മമ്മിയൊക്കെ പറിച്ചു കഴിക്കും, പക്ഷെ വേറെ ആരും പറിച്ചു കഴിക്കുന്നത് കണ്ടിട്ടില്ല. അങ്ങനെ പോയി നോക്കിയാലോ. അത് റിവർ അങ്ങോട്ട് പോണ്ട, ഒന്നുമില്ല അവിടെ. സമയം കഴിഞ്ഞു. അതെ, ഞങ്ങള് മോർണിംഗ് വാക്കിന് ഇറങ്ങിയതാണല്ലോ. എനിക്ക് നല്ല സമയം എടുത്ത് വരണം. എനിക്ക് ഡ്യൂട്ടിക്കും പോണം. നമുക്ക് ഇനി ഇതിലെ തിരിച്ചറിയാൻ ഡോർ ക്ലോസ്ഡ്. ഒരു കാര്യം പറയട്ടെ, പാമ്പില്ല. ഓക്കെ, അത് നമുക്ക് നല്ല വ്യക്തം. പേടിച്ചു പോയിട്ടോ. അകത്തോട്ട് വന്ന് നോക്കിയൊക്കെ നല്ല രസം. അടിപൊളി. അവിടേക്ക് ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ. അല്ല, ഞാൻ ഇപ്പൊ എന്ത് പറഞ്ഞറിയോ, നമുക്കറിയാം, നമുക്ക് വ്യക്തമായിട്ട് അറിയാം പാമ്പില്ല. പക്ഷെ എങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു സാധനം ഇങ്ങനെ നമ്മൾ പോണ വഴി ഇങ്ങനെ അനങ്ങുമ്പോഴേ കിളികളായിരിക്കും, കുഞ്ഞു കിളികളാണ്. പക്ഷെ ഭയങ്കര പേടി ഇങ്ങനെയൊക്കെ നോക്കണത്. അത് നമ്മുടെ നാട്ടിൽ നിന്നോരല്ലേ. അതെ, സത്യം കേട്ടോ, പേടിയാവണു. കൊറേ ചേട്ടന്മാര് കാവല് നിക്കണുണ്ട് കേട്ടാ. ഈ ചേട്ടന്മാർക്ക് ആരാന്ന് മറ്റേ എന്തിനാ പറയാ, അതിനെന്തിനാ പറയാ, യൂണിക്കോണോ, അങ്ങനത്തെ കുറെ ആൾക്കാരുകൾ ഇവിടെ നിന്നിട്ടാണ് ഇതിനൊക്കെ സംരക്ഷിക്കണത്. ഒറിജിനലാണ്. ഒറിജിനലാണ്. ഓക്കെ, എല്ലാരും വിശ്വസിച്ചോളണം. നല്ല രസല്ലേ, കറക്റ്റ് ആയിട്ട് വെട്ടി നിർത്തിയേക്കണല്ലേ, നല്ല ഭംഗി. ഞങ്ങളുടെ വീട് ഇരിഞ്ഞാലക്കുടയിലാണേ. നമ്മുടെ ഇന്നസെന്റ് ചേട്ടന്റെ വീടിന്റെ തൊട്ട് പുറകിലാണെന്ന്, അടുത്താണ്. ഞങ്ങൾക്ക് അയൽക്കാരാണ്. നമുക്ക് അവിടെ വീട്ടില് പോയിട്ട്, അതിപ്പോ എന്താ ഞാൻ പറഞ്ഞു ചോദിക്കരുതിട്ടാ. അപ്പൊ അവിടെ പോയിട്ട് നമുക്ക് ഇതുപോലെ വെട്ടി നിർത്തണം എന്ന് ആഗ്രഹം ഉണ്ടോ? ഇങ്ങനെ ബുഷൊക്കെ, നമ്മുടെ നാട്ടില് ബുഷില്ലേ, ബുഷൊക്കെ ഇങ്ങനെ ആൾക്കാര് വെട്ടി നിർത്തില്ലേ. ബുഷും പിന്നെ വേറൊരു തരം റൗണ്ടിലൊരു സാധനം, അതിന്റെ പേരെന്തിട്ട് എനിക്കറിയില്ല. ആ സാധനം ഇതുപോലെ ഇങ്ങനെ വെട്ടി നിർത്തും അല്ലേ. അപ്പച്ചന് നന്നായിട്ട് അറിയാം ഇങ്ങനത്തെ തരികിട പണികളൊക്കെ നന്നായിട്ട് അറിയാം. ഇങ്ങനെ സ്ലോ മോഷൻ വീഡിയോ എടുത്താലോ. വരുമ്പോ കുറച്ച് സമയം എടുത്ത് വരണം. പക്ഷെ അതെട്ടാ, നമുക്ക് ഒരുപാട് നടക്കാനുള്ള ഏരിയ ഉണ്ട് കേട്ടാ. നമുക്ക് പക്ഷെ ഒരു സംഭവം ഉണ്ട്, 2 വർഷത്തേക്ക് നമുക്ക് ഇനി എപ്പോ വേണമെങ്കിലും വരാം, ഇനിയും വരാം. അപ്പൊ നമുക്ക് മിസ്സായത് ഇപ്പൊ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി. നമ്മൾ ഇന്ന സ്ഥലത്തൊക്കെയാണ് പോയേക്കുന്നത്. പോവാത്ത സ്ഥലങ്ങളിൽ തിരിച്ചു പോകാലോ, ഇഷ്ടം പോലെ സമയം ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ വിചാരിച്ചത് നമ്മൾ എവിടെയെങ്കിലും മിസ്സാവുന്നാട്ടെ. പക്ഷെ നമ്മള് വന്നത് അതിലെ ട്രോപ്പിക്കൽ ഗാർഡൻ കണ്ടു, ഹെർബ് ഗാർഡൻ കണ്ടു, ട്യൂഡോർ ഗാർഡൻ കണ്ടു. ഇത് എക്സിറ്റ് ആണ്. നമ്മൾ ആ എക്സിറ്റ് അത് കഴിഞ്ഞു. പക്ഷെ നമ്മൾ ഈ ഗാർഡനിൽ പോയിട്ടില്ല. ചൈനീസ് മറ്റേതൊക്കെ ആയിട്ട് കുറെ സാധനങ്ങൾ കണ്ടു നമ്മള്. എങ്ങനെ വീട് സാധനങ്ങളൊക്കെ. സെലിബ്രേറ്റിംഗ് യൂറോപ്സ് ഫാസിനേറ്റിംഗ് ഏഷ്യൻ ഡിസൈൻ ഇവിടെയാണ്. വെസ്റ്റ് മീറ്റ്സ് ഈസ്റ്റ്.
ആ, ഇവിടെ നമ്മളൊരു ദർവാസ തുറന്നിട്ടാണ് പോണത് കേട്ടോ. ദർവാസ. ദർവാസ അല്ലെങ്കിൽ മറ്റേതെടുക്കാം. ഏതാ? മറ്റേ പിന്റു. പിന്റു അതേത് ഭാഷ എന്നറിയോ? പിന്റു. ആ, പിന്റു എന്നുള്ള ഭാഷ ഡോർ എന്നാണ് സൂചിപ്പിക്കണത്. അതെന്താണെന്ന് ആർക്കെങ്കിലും അറിയോ? അല്ല, ഞാൻ എന്തിനു നോക്കണത് അറിയോ? കേറി പോണ സമയത്തായിരിക്കും വല്ല സാധനം നിലത്തേക്ക് വീഴുന്നതും അല്ലെങ്കിൽ തുറക്കണതൊക്കെ. ഇവിടെ അമ്മേ അതിനകത്ത് എന്നിട്ടാ അമ്പലാണോ? പുല്ലുമൊന്നൊക്കെ തണുത്തിട്ട് പുക പൊങ്ങണം. ആടാ, ഇങ്ങനെ വീടുണ്ടല്ലോ ഇരിക്കുന്ന സ്ഥലം. ഡ്രാഗൺ ഇംഗ്ലീഷ് കാര്യമില്ലല്ലേ? ജസ്റ്റ് ഒരു കുഞ്ഞു കാട്. നമുക്ക് അപ്പുറത്തേക്ക് പോവാം. അവിടെയാണോ എന്തൊക്കെയോ ഉള്ളത്. അതെ, ഒരു മിനിറ്റ് ഫോട്ടോ എടുക്കലൊന്ന് നിർത്തോ? ഞാൻ ഫോട്ടോ എടുത്തോണ്ടിരിക്കുന്നു. ഒരു സാധനം നമ്മുടെ റൈറ്റ് സൈഡില് പതുക്കെ പോകുന്നുണ്ട് കേട്ടാ. നോക്കിയടാ, പതുക്കെ പോട്ടാ. അയ്യോ, അത് തീരെ വിടർത്തോ? വിടർത്തണെങ്കിൽ സൂപ്പർ ആയിക്കോട്ടാ. അച്ചോടാ, നോക്കി അതിന്റെ കഴുത്തൊക്കെ. അയ്യോ, അതിന്റെ വായി നിറക്കം പുക വീണ് തണുക്കണുണ്ടോടാ. നല്ല പച്ചയും അതിന്റെ കഴുത്ത് നോക്കി. വരും. അയ്യോ, വേണ്ട വേണ്ട, നമ്മൾ തിന്നാൻ കൊടുക്കാൻ പാടില്ലല്ലോ അങ്ങനെയൊന്നും. അയ്യോ, നല്ല രസല്ലേ? അടുത്തേക്ക് ചെന്നാലോ? അതൊക്കെ പോവോ? അത് ഇവിടെ പീലി വിരിക്കട്ടെ ഞങ്ങൾക്കൊന്ന് കാണാൻ. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു പീലി തരുമോ? മറ്റേ ബുക്കിന്റെ ഇടയിൽ ബുക്കിന്റെ ഇടയിൽ വെച്ചാ മറ്റേ പ്രസവിക്കില്ലേ? നല്ല രസമുണ്ട് കാണാനായിട്ട്. നല്ല ഫുള്ള് പീലിയുള്ള സംഭവം അല്ലേ? നല്ല രസമുണ്ട്. നമ്മളവിടെ അവർക്ക് കാണാൻ പറ്റും. അവർക്ക് നല്ല വീഡിയോ കിട്ടും. എന്താ അറിയോ? നല്ല വെളിച്ചത്തിലല്ലേ? നമുക്ക് ഇതിലൂടെ വേണമെങ്കിൽ പോവാൻ സൈഡിൽ കൂടെ. സൈഡിൽ കൂടെ പോയി കൊത്തുവോ? കുഞ്ഞു പാവുന്നു, കണ്ണി കുത്തുന്നുണ്ട്. അത് ക്ലീൻ ചെയ്യുന്നത്. അയ്യോ, പീലി വിരിച്ചു വെച്ചാ അതേ ഇപ്പത്തെ സൈഡ് വിരിക്കണു. ക്ലീൻ ചെയ്യുന്നത് തലമണ്ടതിന്റെ ഉള്ളിക്ക് കൊണ്ടിട്ടാ. ആ, തലമണ്ട ഉള്ളിലേക്ക് അത്രയുണ്ട് കഴുത്തിന് നീളം അല്ലേ? അയ്യോടാ, അതതിന്റെ പാട്ടിന് പോയി. ഇനി വല്ല പീലി ഉണ്ടോ നോക്കാം നമുക്ക്. നിലത്ത് പീലിയൊന്നുമില്ല. നീ പോയി. പേടിയൊന്നുമില്ല. പേടിയൊന്നുമില്ല. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇപ്പൊ വീട്ടിൽ ഇഷ്ടം പോലെ മയിലുണ്ട്. പക്ഷെ അതൊക്കെ ഓടിപ്പോവും അല്ലേ? ഇവിടെ പോണില്ല. നല്ല കണ്ണുള്ള പീലികള് അല്ലേ? പീലി വേറെ പ്രത്യേക. അത് മുറിഞ്ഞത് പോയതല്ല. അതും ഏതാ? അറ്റത്താ? തുമ്പുഭാഗം അല്ല, അതങ്ങനെയാണ്. അറ്റത്തെ പീലികൾ അങ്ങനെയാണ്. ആ, ആദ്യത്തെ പീലികളാണ് കണ്ണുണ്ടാവും. ഇതിന്റെ അറ്റത്തൊക്കെ ഇങ്ങനെ ശൂലം പോലെ നിൽക്കുള്ളൂ. ഇനി ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? ഞാൻ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ആദ്യം വന്ന് നിന്നത് ഇവിടെയായിരുന്നു. എന്നിട്ട് നമ്മൾ ട്രോപ്പിക്കൽ ഗാർഡനിൽ അങ്ങനെ അങ്ങനെ പോയി. അപ്പം ഇനി ഏത് എക്സിറ്റ് കൂടെ നമ്മൾ പുറത്ത് കിടക്കും? അതാണ് ഈ എക്സിറ്റ് കൂടെ പോണത്. നമ്മൾ നേരത്തെ വന്നത് അതിനകത്ത് കൂടെ ബാക്കി എല്ലാം കഴിഞ്ഞു. ഇവിടത്തെ ഈ ഗാർഡൻ എക്സിറ്റ് ആയിരിക്കും. നോക്കിയോ നീ? ഇത് എക്സിറ്റ് പരപ്പര ഗാർഡൻ. അതിപ്പോ നമ്മൾ വന്ന ഇത് എക്സിറ്റ് ആയി, അത്രേ ഉള്ളൂ. ഇതിന്റെ ഉള്ളിൽ കുറെ ഗാർഡൻസ് എക്സിറ്റ് മൊത്തം എക്സിറ്റ് ആയിട്ട്. ഏട്ടൻ പറയണത് ഓരോ റൂമിലേക്ക് കയറി പോയിട്ടുള്ളതാണോ? എന്താണ് ചേട്ടൻ പറഞ്ഞത്? ഒരാള് അല്ലേ? ആളല്ലേട്ടാ, ഇവരെന്തോ മൗരീസിന്റെ എന്തോ സംഭവമാണ്. അതിനെ കുറിച്ച് വലിയ ഐഡിയ ഇല്ല. ആ ചേട്ടൻ നമ്മൾ കുറ്റപ്പെടുത്തുന്നില്ല. അവിടെ എക്സിറ്റ് ആയിട്ടുള്ള. പക്ഷെ ചേട്ടൻ പറയണത് മറ്റേ ഓരോ സൈഡിലേക്ക് പോയിട്ട് ഗാർഡൻ മാത്രമുള്ള സ്ഥലല്ലേ? അത് ഇതല്ല. അതെവിടെ പോയി? അത് വേറെ ഏത് സ്ഥലത്ത്? പിന്നെ മുളങ്കാടൊക്കെ ഉള്ളത് വേറെ ഏത് സ്ഥലത്താണ്? ഇവിടെ എഴുതി വെച്ചേക്കണത് ഇവരുടെ കൾച്ചറിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഗാർഡനാണിത്. അതുപോലെ തന്നെ കുമര, അതെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ പൊട്ടറ്റോ, സ്വീറ്റ് പൊട്ടറ്റോ. സ്വീറ്റ് പൊട്ടറ്റോ, ആ സാധനം അതാന്ന് തോന്നുന്നു. ഈ കുഴി കുത്തി മറ്റേ മൂടി വെച്ചേക്കണത് അത് ഇവിടത്തെ ഒരു മെയിൻ സംഭവമാണ്. അതാണ് ഇവിടെ എഴുതി വെച്ചത്. അതിന്റെ ഒരു ഗാർഡനാണ് ഇത് കേട്ടോ. പക്ഷെ എനിക്ക് സ്വീറ്റ് പൊട്ടറ്റോ, അതായത് നമ്മുടെ നാട്ടിലത്തെ മറ്റേ ചേമ്പ്, എന്തിട്ട് ചേമ്പ? മധുരക്കിഴങ്ങ്. അതൊന്നും എനിക്ക് അത്ര ഇഷ്ടമില്ലാത്ത കാരണം കൊണ്ട് എനിക്ക് കുമര ഇഷ്ടമില്ല. സോറി. കയ്യിൽ നമ്മുടെ ഒരു പേപ്പർ അവര് കറക്റ്റ് ആയിട്ട് നോക്കി പോവാൻ വേണ്ടി തന്നിട്ടുണ്ടായിരുന്നു. അത് തന്നില്ല. അത് ചുരുട്ടി കൂട്ടി കൈ പിടിച്ചു. ഇനി അമ്മേ, നമ്മൾ എക്സിറ്റ് ആന്ന് പറഞ്ഞ് വരുന്നത് നമ്മൾ വേറെ എന്തൊക്കെയോ വഴിക്കാണല്ലോ പോണേ. ഇത് പോണോ ഫസ്റ്റ്? ഇവിടെ എന്തോ ഒരു ഇതുണ്ടല്ലോ, ഗാർഡൻ ഉണ്ട് കേട്ടോ. അപ്പൊ കഴിഞ്ഞിട്ടില്ലേ ഡ്യൂട്ടിക്ക് പോ സമയമായിരുന്നു.
കൊറേ ഉണ്ട് ഇങ്ങനെ നമ്മൾ വിചാരിച്ച പോലെ ഇല്ല. 11 ഇപ്പൊ എത്ര മണിയായി? 11:10. 11:45 എനിക്ക് ഡ്യൂട്ടിയിലേക്ക് പോകണം. എനിക്ക് അതിന് മുന്നേ എന്തെങ്കിലും കഴിക്കണം. 11:30 ആകുമ്പോൾ നിർത്താം നമുക്ക്. 11:30 ആകുമ്പോൾ നമുക്ക് പണി നിർത്തി നമ്മൾ തിരിച്ചു ഇതല്ലേ വഴി? കണ്ടു പോ. നോക്കിയേക്കാം. അതിനകത്തൊക്കെ എന്തോ സൗണ്ട് കേൾക്കുമ്പോൾ നമ്മൾ കേൾക്കുന്നത് പക്ഷിയാ, കുഞ്ഞു കിളിയാ. നമുക്ക് ഓട്ടോമാറ്റിക്കലി. ഇതെന്തൊരു സാധനം അറിയാം? അപ്പൊ നമ്മളെത്തിയത് ഇറ്റാലിയൻ ഗാർഡനിലേക്കാണ് കേട്ടോ. ഇവിടെ പണ്ട് യുദ്ധങ്ങൾ നടക്കുന്ന സ്ഥലം. പിന്നെ അതായത് ഒളിത്താവളങ്ങളോ സ്റ്റേജിന് എവിടെ ഇരിക്കും, ഈ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് ഫൈറ്റ് നടക്കും. ശരിക്കും അങ്ങനെ എവിടെ പറഞ്ഞേ? അതങ്ങനെയാണ്. ഇവിടെ നിൽക്കുന്ന നോക്കിയാൽ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് ഇവിടെ ആൾക്കാർ ഇരിക്കും ഈ സ്ഥലങ്ങളില്. എന്നിട്ട് ഇവിടെ നോക്കിയാൽ ഫൈറ്റ്. രാജാവൊക്കെ മുകളിൽ നിൽക്കും കണ്ടാ. രാജാവും മറ്റവരൊക്കെ മുകളിൽ, ഇവിടെ അടിയിൽ ഫൈറ്റ് ഈ സ്ഥലത്ത്. അത് നീ മറ്റേ സിനിമ ഉണ്ടല്ലേ, ബാലരമല്ല, ശരിക്കും സിനിമയിലുള്ളതാ. ആ സിനിമയുടെ പേരെന്താ? ഗ്ലാഡിയേറ്റർ. ഗ്ലാഡിയേറ്റർ സിനിമയിലില്ലേ, അതേ സെയിം സെറ്റപ്പ്. അത് അല്ല, ഇത് പൂന്തോട്ടം കണ്ടില്ലേ, രാജാവിന് മുകളിൽ നിന്ന് കാണാനുള്ള പൂന്തോട്ടം നോക്കിയേ. അതെ, നമുക്ക് ഇതിന്റെ മുകളിലേക്ക് കയറാട്ടാ. ഇവിടെ ഒരു വഴി, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോ ഒരു വഴി ഉണ്ടായിരുന്നു. ആ വഴിയിൽ മോളിക്കോടെ കയറിയിട്ട് മോളിക്കോടെ വ്യൂ കാണാൻ പറ്റും. പക്ഷെ നോക്കി വെള്ളച്ചാട്ടം, വെള്ളം, സിംഹം ഒക്കെ എല്ലാം ഒരു സിംഗം മാത്രമേ ഉള്ളൂ, പുതിയ ഇന്ത്യയിലേക്ക്. മുകളിൽ കയറി നോക്കിയാലോ ചേട്ടാ? അത് അടിപൊളി വ്യൂ ആയിരിക്കും. നോക്കാം. ഫുള്ള് നല്ല അതിന്റെ മുകളിലേക്കൊക്കെ നമുക്ക് കയറാൻ പറ്റും. നാരങ്ങ മണി എടുക്കും, പ്യൂർ നിലത്ത് വന്ന് എടുക്കും. അയ്യോ വേണ്ട, ഓറഞ്ച് നാരങ്ങ. ഇത് നാരങ്ങ അല്ലേ? അത് കുഞ്ഞു ഓറഞ്ച്. ഇതൊക്കെ പക്ഷെ ഇപ്പൊ കൊണ്ടുവന്ന് വെച്ചതാ ഈ നാരങ്ങ. അതെ, സത്യം പറഞ്ഞാലേ നമ്മുടെ നാട്ടിലെല്ലാം നമ്മൾ ഓറഞ്ച് പറയാ. ഇവിടെ വന്നപ്പോ ഓറഞ്ചിന് മാൻഡരിന്നും മറ്റേ മുസംബീനോ ഓറഞ്ചിനും എന്തൊക്കെയോ വ്യത്യാസങ്ങൾ ഇവിടെ ഒന്നും മനസ്സിലാവില്ല. ശരിക്കും അങ്ങനെ തന്നെ പറയാ, നമ്മളാണ് മാറ്റി പറയണത്. ഈ വെള്ളത്തിലോട്ടേക്ക് നല്ല വെള്ളം തണുപ്പുണ്ടോക്കിയ ഇല്ല, അത്ര ഇല്ല, അത്ര തണുപ്പില്ല. മുകളില് കാണാൻ വേണ്ടി പതുക്കെ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോവാണ്. എങ്ങനെ ഉണ്ട് നോക്കാം. ഇങ്ങനെ ഇവിടെ മുകളിൽ നിന്നിട്ടുള്ള വ്യൂ എങ്ങനെ നോക്കട്ടെ. മുകളിൽ നിന്ന് രാജാക്കന്മാര് മുകളിൽ നിന്നിട്ട് ഇവിടുന്ന് എല്ലാവർക്കും മുകളിലേക്ക് നോക്കാതെ. നല്ല രസമുണ്ട്. ഈ വെള്ളത്തിൽ തണുപ്പുണ്ടാവോ? അയ്യോ ഇല്ല കേട്ടോ, അധികം തണുപ്പില്ല. മുകളിൽ കയറി വന്നിട്ട് മുകളിൽ നിന്ന് നമ്മൾ കാണേണ്ടതാട്ടത് കൊറേ ആൾക്കാരുണ്ട് കേട്ടോ ഇവിടെ. ഫോട്ടോ എടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. നമുക്ക് നമ്മുടെ ഫോട്ടോ എടുപ്പിച്ചാൽ അവരെ കൊണ്ട്. അല്ല, ഇവിടെ വെഡിങ്ങിനും എല്ലാത്തിനും വന്ന് ഫോട്ടോ എടുക്കുന്ന സ്ഥലം. അടിപൊളി. ഇനി ഇതിന്റെ പുറകിലായാലും നോക്കി, ഇങ്ങോട്ടായാലും നല്ല ഭംഗിയുണ്ട്. ഒരു കൂടാരം പോലത്തെ സ്ഥലം അല്ലേ? ഇപ്പൊ ഈ ഇത് ശരിക്കും എന്തിനാ അറിയോ, ഇതിനെ മൊത്തം ഇലകളുണ്ടായിരുന്നു അവിടുത്തെ. അതൊക്കെ ഇപ്പൊ മറ്റേ ഇതായി പോയി അല്ലേ? ഇനി ഇവിടുന്ന് 2 ബ്രാഞ്ചസ് ആയിട്ട് ഇല്ല, വഴിയില്ല, ജസ്റ്റ് അവിടെ കൊണ്ട് സ്റ്റോപ്പ് ആയി അല്ലേ? അല്ല, പുറത്തേക്ക് അങ്ങനെ ഉണ്ട്. ഏത് വഴി പോവാ? അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വഴിയാ. അവിടെ ലോക്കാ. ഇവിടെ ഉണ്ട്. ഇത് എന്നിട്ട് ഇതിനെ പശുവാ? പശുവല്ല, പുലിയാണ്. അവസാനം പുലിനെ കണ്ട, ഞാൻ പുലിനെ കണ്ടില്ല വിഷമിച്ചിട്ട് പുലിനെ കണ്ടാ? പുലിയല്ല, പുലിച്ചേട്ടാ, അത് കടുകയാണോ? അല്ലല്ല, പുലി എന്തായാലും പാല് കൊടുക്കില്ല. പുലിയുടെ പാല് കുടിക്കുന്നവൻ ആരാണ്? അങ്ങനെ നമ്മൾ ഫൈനലി ഇറ്റാലിയൻ ഗാർഡൻ കഴിഞ്ഞു. ഇനി നമ്മുടെ സ്വന്തം ഇന്ത്യൻ ഗാർഡനിലേക്ക്, ഇന്ത്യൻ ചാർബാഗ് ഗാർഡനിലേക്ക് പോവാണ് കേട്ടോ. അവിടെ oasis of vibrant colors and trickling water inspired by the 4 gardens of paradise. അങ്ങനെയൊക്കെ അവരോട് അപ്പൊ അങ്ങനെ നമ്മള് ഇന്ത്യൻ ഗാർഡനിൽ എത്തിട്ടോ. ഇതിന്റെ ഫൗണ്ടേഷൻ സ്റ്റോൺ ഇട്ടതാണെന്നറിയോ? മിസ്റ്റർ പ്രീതി പാൽ സിംഗ് 2002. അപ്പൊ ഇനി ഇന്ത്യൻ ഗാർഡൻ നമുക്ക് നോക്കി നോക്കിയാലോ. ഫുൾ ഓഫ് നമ്മുടെ പൂക്കൾ. ഡാലിയ ഉണ്ട്, ജമന്തി ഉണ്ട്, ചെത്തി ഉണ്ട്, ചെട്ടുമല്ലി ഉണ്ട്, വാടാർമല്ലിയും ഉണ്ട്, പക്ഷേ ഒരു ഇതെല്ലാം പൂക്കളുണ്ട് കേട്ടോ. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പൊ പൂക്കളുടെ അധികം സമയമല്ല. നമ്മള് സമ്മറിലൊക്കെ വന്നിരുന്നെങ്കില് പൊളിയായേട്ടാ. നല്ല രസം.
എനിക്ക് തോന്നുന്നു അവിടെ എഴുതി വെച്ചിട്ടില്ലേ ഇന്ത്യൻ ചാർബാഗ് ഗാർഡൻ ആണിത്. എനിക്ക് തോന്നുന്നു ചാർബാഗിന്റെ ഒരു ഐഡിയയിലായിരിക്കും ഈ ഒരു സ്ഥലം വെച്ചേക്കണത് അല്ലേ. അത് പോയി, അത് രസമുണ്ട്. നമ്മൾ ഇന്ത്യക്കാരാന്ന് അതിൽ നമ്മള് അഭിമാനിക്കും. അല്ല കൊറേ രാജ്യങ്ങളുണ്ടല്ലോ, എല്ലാവരും ഉള്ളിലോ ഇന്ത്യക്കാരുടെ നമ്മളിവിടെ വെച്ചിട്ടുണ്ട് അല്ലേ. രസം അല്ലേ. അല്ല ഇറ്റാലിയൻ ഉണ്ട്, നമ്മൾ ഇറ്റാലിയൻ കണ്ടു, ഫ്രഞ്ച് ഉണ്ടാ, മൗരീസിന്റെ കണ്ടു, അതായത് നമ്മുടെ ഇവിടുത്തെ കണ്ടു. ഇതിപ്പോ ഇന്ത്യൻ ഉണ്ടാവായിരിക്കും. അപ്പൊ വിഷമം വേണ്ട, നമ്മുടെ ഇന്ത്യക്കാരുടെ മാത്രല്ല കേട്ടാ, നമ്മുടെ ചൈനീസിന്റെ ഉണ്ട്, ജാപ്പനീസിന്റെ ഉണ്ട്, മോഡേണിസ്റ്റിന്റെ ഉണ്ട്, പിന്നെ അപ്പുറത്താരില്ല. വെള്ളം പൊട്ടോളൂ, വെള്ളം മാറ്റിയിട്ടില്ലെന്ന് തോന്നുന്നു, കറുത്തിരിക്കണം വെള്ളം. അപ്പൊ നമുക്ക് ജപ്പാനീസ് ഉണ്ട്, ചൈനീസ് ഉണ്ട്, എല്ലാം ഉണ്ടല്ലോ. ഇത് മോഡേണിസ്റ്റ് ഗാർഡൻ ആട്ടാ, സൺ കിസ്ഡ് ഗാർഡൻ. എന്താണ് അമേരിക്കൻ വെസ്റ്റേൺ കിസ്ഡ് ഗാർഡൻ? അതെ, അമേരിക്കൻ വെസ്റ്റ്. അപ്പൊ നമുക്ക് ഇത് നോക്കാം ഫസ്റ്റ്, നമ്മളെ സണ്ണ് കിസ് ചെയ്യാൻ നോക്കാം. ഇത് കാലിഫോർണിയ കേട്ടോ, കാലിഫോർണിയയുടെ ഇതിനകത്താണ് പണിതേക്കുന്നത്. അവിടെ സെന്ററിൽ എന്തോ സാധനം നല്ലൊരു ഇതായിണ്ടല്ലോ, ഇതൊരു നല്ലൊരു ഇതായിണ്ടല്ലോ അല്ലേ, അത് നല്ലതായിട്ട്. അപ്പൊ ഇനി അവിടെ ആരോ എടുക്കുന്നില്ല മസാജിങ് സാധനം പോലെ ഉണ്ടല്ലേ, നമ്മൾ മറ്റേ ഒരു വൈബ്രേറ്റർ പോലെ സാധനം കിട്ടില്ല നമുക്ക്, തലയാ മസാജ് ചെയ്യാൻ പറ്റും, അതുപോലത്തെ ഒരു ഐഡിയ അല്ലെ. അതേതൊരു പെണ്ണവിടെ, ഏത് പെണ്ണ്? അപ്പുറത്ത് അല്ലേ. അയ്യോ ഉത്സവത്തിനൊക്കെയാണോ? അത് നോക്കിയുള്ളതാണ്. അറിയില്ല കേട്ടോ ആരാന്ന്, സോറി എനിക്കറിയില്ല. നമുക്ക് വേണമെങ്കിൽ ഇവിടെ സമ്മറിൽ വന്നിരിക്കാം, വിന്ററിൽ വന്നിരിക്കാൻ പറ്റില്ല. കാണിച്ചാ മൂട്ടില് വെള്ളം. മോഡേൺ മറ്റേ കാലിഫോർണിയയുടെ ഒരു ഇതില്. നമുക്കിനി അപ്പൊ അടുത്തത് ഇതിന്റെ മുകളിൽ നിന്നോ താഴത്തേക്കൊരു വ്യൂ കാണുമായിരിക്കും. അപ്പുറത്തെ ലേക്ക്, ഓഫ് കോഴ്സ്. നമ്മളിപ്പോ ഒരു മുകളിൽ നിൽക്കണേ, ഇതിന്റെ അപ്പുറത്തെ ഈ കാടിന്റെ അപ്പുറത്തെ ലേക്കാ. ഇതാണ് നമ്മള് അകലേന്ന് കണ്ടായിരുന്ന ചേച്ചിയുടെ ചുണ്ടെന്ന്. ഈ ചേച്ചി ഏതാണ്? ഇതേ ജസ്റ്റ് ഇങ്ങനെ സ്പോട്ട് ഇങ്ങനെ കുത്തി ഒരു പെയിന്റിംഗ് ആണ്. നല്ല രസം കേട്ടോ. പക്ഷേ അകലേന്ന് കാണുമ്പോൾ ശരിക്കും നമുക്കൊരു ഫോട്ടോ എടുത്ത് തന്നു. പക്ഷെ നമ്മൾ അടുത്ത് ഇങ്ങനെ വരുമ്പോ അവിടെ ഇവിടെ കുറച്ച് കുത്തിട്ട് വെച്ചേക്കണു, കുറെ കുത്തുകൾ. പക്ഷെ ചുണ്ട് മാത്രം കറക്റ്റ് ആയിട്ട് വരച്ചിട്ട് ബാക്കിയിട്ട് കുറച്ച് കുത്തുകൾ ഇട്ട് വെച്ചേക്കണം. കുത്തുകൾ കൊണ്ട് ഒരു ചേച്ചിയുടെ ഫോട്ടോ. പിന്നെ അടുത്ത് നമുക്കേ ചൈനീസ് ഗാർഡനിലേക്ക് പോട്ടാ. ചൈനീസ് നല്ല പൂക്കളൊക്കെ ഉണ്ടാവും. നമ്മുടെ മറ്റേ ചെമ്പരത്തി പൂവുണ്ടല്ലോ, പൂവിന്റെ സമയമല്ല, പൂക്കളുടെ സമയത്ത് വരണം. അപ്പൊ കൂലിയായിരിക്കും അല്ലേ. ഓ ചൈനീസിന്റെ വായിക്കാറിയാലോ. തൊള്ളയില്ല. അതെന്താ കാര്യം അറിയോ? ഇവരുടെ ഭാഷ സംസാരിക്കണം ഇങ്ങനെ ചീ ചൂ ചാങ് അങ്ങനെ പറയണം. ഇത് സംസാരിക്കുമ്പോ വായ തുറന്നു പോയതാ. ഇതിനകത്ത് നോക്കി ഈ ചൈനീസ് നമ്മൾ മറ്റേ യോധ സിനിമയില്ലേ, യോധ സിനിമയിലല്ലേ അവർ ചൈനക്ക് പോണത്? നേപ്പാളിലാണ് പോണത് യോധയില്. ആണല്ലേ? എന്നാ ശരി, ഞാൻ തെറ്റുപോയി. അന്ന് നേപ്പാളിന്റെ ഐഡിയകള് മറ്റേ ബുദ്ധിസ്റ്റിന്റെ ഒക്കെ മറ്റേ അങ്ങനത്തെ സംഭവം പോലെ അല്ലേ. പക്ഷെ ഞാൻ കാര്യം ചോദിക്കട്ടെ, ഇവിടെ ചൈനീസില് എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്? നമ്മുടെ ഇന്ത്യൻസിന്റെ അവിടെ ഹിന്ദിയിൽ എഴുതി വെച്ചിട്ടുണ്ടാ? കണ്ടില്ലല്ലോ അല്ലേ. എന്തൊരു മറ്റേ നമ്മുടെ എന്തിട്ട് പറയാ, സ്ഥലത്തിനെ കുറിച്ചുള്ള ഇതല്ലേ. ശരിക്കും ഇറങ്ങി പണിതുണ്ട്. നമ്മളെ രണ്ട് ചെടി വെച്ച് പറ്റിച്ചേക്കാം. എന്നിട്ട് ചെയ്യുന്നത് ഞാൻ വിചാരിച്ചേ പോയട്രി ഓഫ് ഗാർഡൻ നെയിംസ് ഇവിടെ ഒരു സംഭവം ഉണ്ട് 11. അപ്പൊ ഞാൻ വിചാരിച്ചത് ചിലപ്പോ കുത്തിക്കഴിഞ്ഞ സൗണ്ട് വന്നാലോ അങ്ങനെ വിചാരിച്ചു. ഇത് കോക്കാണ് കേട്ടോ അല്ലേ. ഒരു ഫോട്ടോ എടുക്കുന്നു. അപ്പൊ ഇവിടെ നമ്മൾ ചൈനീസിന്റെ അവിടെ വന്നപ്പോ നമ്മൾ കാണുന്നത് ഒരു മെറ്റാനിറ്റി ഫോട്ടോഷൂട്ട് നടന്നിരിക്കും. അപ്പൊ ഞങ്ങൾ അധികം ഇതിനകത്തോട്ട് പോയില്ല. ഇവിടെ ചെറിയൊരു പോണ്ട് ഉണ്ട്, അങ്ങനെ ഞങ്ങള് തിരിച്ചു പോണ്. ഞങ്ങൾ അവരെ ശല്യപ്പെടുത്തുന്നില്ല. അവിടെ മെറ്റാനിറ്റി ഷൂട്ട് നടക്കുന്ന കാരണം ഞങ്ങൾ അവരധികം ബുദ്ധിമുട്ടിച്ചില്ല. ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി. അവിടെ അത്രേ ഉള്ളൂ ആ സ്ഥലം, ഒരു കുഞ്ഞൊരു പോണ്ടും അത് കഴിഞ്ഞിട്ട് അത്രേ ഉള്ളൂ ആ ഒരു വഴി അങ്ങനെ കണ്ടിട്ട് അത്രേ ഉള്ളൂ. ഇനിയിപ്പോ നമ്മൾ അവിടെ അടിപൊളിയാ ഫോട്ടോ എടുക്കാനായിട്ട്. രണ്ട് സൈഡിലും മറ്റേ മുളയില്ലേ, മഞ്ഞമുള, അത് റൗണ്ട് ചെയ്ത് അടുത്ത മെറ്റേണിറ്റി ഫോട്ടോഷൂട്ടില് ഞാൻ ഇവിടെ വന്നിട്ട് ഫോട്ടോ എടുക്കുന്നതായിരിക്കും ഇൻഷാ അല്ലാ. എല്ലാം ദൈവത്തിന്റെ കയ്യിൽ. അയ്യോ രസം. അപ്പൊ അവിടെ നിന്ന് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ പൊളി 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 വൈബായിരിക്കും. ഇനിയിപ്പോ നമ്മൾ അടുത്തത്
പെട്ടെന്ന് തന്നെ തീർത്തിട്ട് നമുക്ക് വീട്ടിലേക്ക് പോകണം, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഡ്യൂട്ടി എന്നെ അവർ കൊല്ലുമെന്ന് പോയില്ല. അപ്പൊ ഇനി അടുത്ത് നമ്മൾ പോകുന്നത് ജാപ്പനീസ് ഗാർഡനിലേക്ക് കേട്ടാ. ജാപ്പനീസ് ഗാർഡൻ നോക്കി നോക്കാം. ഓ, ജാപ്പനീസ് ഗാർഡൻ, വാട്ട്സ് ഹാപ്പനിങ് ഹിയർ? ഓ, വി ആർ റിഫ്രഷിംഗ് ഇംഗ്ലീഷ് ഫ്ലവർ ഗാർഡൻ. ഓക്കെ, ഇനി ജാപ്പനീസ് ഗാർഡൻ ഓഫ് കണ്ടംപ്ലേഷൻ, സെൻ ഗാർഡൻ നോക്കട്ടെ അകത്തോട്ട്. ജാപ്പനീസിന്റെ ചെടി, സുഷി കിട്ടണാവോ? ട്രഡീഷണൽ ചെടി അവരത്. വാവുട്ടിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു സുഷി. അയ്യോ, എല്ലാം അവിടെ കേറി ചെല്ലുമ്പോ ഇതന്നൊരു ഫീൽ. പല ടൈപ്പ് ഓഫ് എൻട്രൻസ്. പോണ വഴി അടിപൊളി. നമുക്കുണ്ടല്ലോ നല്ല ഭംഗിയിൽ ഫീൽ ചെയ്ത് ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലം. അടുത്തൊരു ദിവസം വന്നിട്ട് കുറച്ച് ഫോട്ടോസ് എടുക്കണം. കണ്ട കല്ലുകള്, ഇതെങ്ങനെയുണ്ട്? നമുക്ക് ഇവിടെ ഇരിക്കാം കേട്ടോ. നിന്റെ ഫോട്ടോ എടുക്കാൻ പറ്റും. ബാക്കിലത്തെ പക്ഷേ നല്ല തണുത്തു, വെള്ളവും ആവും. ജാപ്പനീസിന്റെ മറ്റേ ഇനി ഒരു രസം എന്തെന്നറിയോ, ഇതിനകത്തോട്ട് കയറി കഴിഞ്ഞിട്ട് ഇതിന്റെ അപ്പുറത്തേക്കുള്ള വ്യൂ ഒരു ചെറിയൊരു ലേക്കാവും. ലേക്ക് ഒരു പോണ്ട് പോലെ. പോണ്ടാണ്. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നത് ഓർമ്മയുണ്ട്. പിന്നെ ഈ ജാപ്പനീസ് എനിക്ക് തോന്നേ ഇതിവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്, 2 ചെയർ ടേബിൾ വെച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ എന്തിനാ ഫുഡ് കഴിക്കുന്നതാണോ, നിലത്തിരുന്നിട്ടാണ് അങ്ങനെ എന്തോ ഒരു ഇതുണ്ട്. ഇത് നോക്കിയാ ഈ മരല്ലേ നമ്മൾ കണ്ടത്, ഇത് വെട്ടി വെട്ടി വളച്ചു വെക്കുന്ന ഒരു പ്രത്യേകതരം മരം അത് അല്ലേ? പക്ഷെ ഇവിടെ വന്ന് ഇരുന്നതിന് അടിപൊളി വ്യൂ ആണ്. ചെറിയൊരു പോണ്ട്, വെള്ളം അത്ര ക്ലിയർ ഒന്നും ഇല്ല. എനിക്ക് ജസ്റ്റ് ഇങ്ങനെ കളം കെട്ടി നിൽക്കണ ഒരു ചെറിയൊരു സ്ഥലം. പക്ഷെ ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ടുണ്ടല്ലോ, നമ്മൾ ഫാമിലി ഒക്കെ ആയിട്ട് വന്നിട്ട് എന്തെങ്കിലും ഫുഡൊക്കെ കൊണ്ടുവന്ന് ഇത് ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് കഴിച്ചു നോക്കിയൊക്കെ. പക്ഷെ ഇവിടെ നിന്ന് വേസ്റ്റ് ഒന്നും ഇടാൻ പാടില്ല. നടന്ന് അത് നമ്മുടെ ഓട്ടം സീസൺ കഴിഞ്ഞ് വരികയാണ്. അപ്പം എല്ലാ ഇലകളും ഒരുവിധം പോയിട്ടുണ്ട്. പക്ഷെ അവിടെ മാത്രം സ്റ്റിൽ ഒരു ചിരി ബാക്കി നിൽപ്പുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ ഈ യാത്ര ഇവിടെ നിർത്തുകയാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം 11:29 11:45 വീട്ടിലെത്തിയില്ലെങ്കിൽ എനിക്ക് 12 മണിക്ക് ഡ്യൂട്ടിക്ക് പോകാൻ പറ്റില്ല. ഓൾറെഡി കാലത്ത് കൂലിയൊക്കെ കഴിഞ്ഞ് അതുകൊണ്ട് വേഗം മുടിയൊക്കെ വാരി കെട്ടി പോവാം. വേറെ ഇനി ഭക്ഷണം കൂടി കഴിച്ച് കഴിഞ്ഞാൽ പോവാം. പക്ഷേ എൻ്റെ ഒരു ആഗ്രഹം, ഇത് അടിപൊളി സ്ഥലമാണ്, ഇനി ഒരു ദിവസം കൂടി വരണം, ഫോട്ടോ എടുക്കണം. പിന്നെ അതുപോലെ തന്നെ ന്യൂസിലാൻഡിലുള്ള എല്ലാവരും ഹാമിൽട്ടൺ ഗാർഡൻ വന്ന് കാണുക, ആ ഒരു ഫീൽ അനുഭവിക്കുക. അടിപൊളിയാണ്. അതുപോലെ തന്നെ നാട്ടിലുള്ളവരായാലും ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്നവരായാലും പെട്ടെന്ന് അതൊക്കെ നടക്കട്ടെ, ഇതൊക്കെ വന്ന് കാണട്ടെ എന്ന് പ്രാർത്ഥിക്കണം. ഇതൊക്കെ ഒരു രസമാണ്. നമ്മുടെ നാട്ടിലും ഉള്ള സംഭവങ്ങളൊക്കെ തന്നെയാണിത്. പക്ഷെ ഇങ്ങനെയൊക്കെ വന്ന് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ വേറൊരു രാജ്യത്ത് വന്നിട്ട് ഇതൊക്കെ കാണാൻ പറ്റും. നമുക്കതൊക്കെ ഒന്ന് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഭയങ്കര അടിപൊളിയാണ്. ഇതൊക്കെ അവരിങ്ങനെ നമുക്ക് കാണാനായിട്ടും നമുക്ക് നമ്മുടെ സമയം ചെലവഴിക്കാനൊക്കെ ആക്കിയിട്ട് ഉണ്ടാക്കി വെച്ചേക്കുന്ന സ്ഥലങ്ങളല്ലേ. അപ്പോൾ നമുക്കതൊക്കെ വന്ന് കാണാം. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ. എന്തായിരുന്നു വായോ? ബൈ. സൗണ്ട് മാറ്റും. ബൈ.